നമസ്കാരം. ഇത് ഞാൻ വളരെ ക്വിക്കായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റാണ്. ഇത് റെക്കോർഡ് ചെയ്യാൻ ഒരു റീസൺ ഉണ്ട്. ഞാൻ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലെ നമ്മുടെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയിലെ ഒരു സ്റ്റുഡൻറ്റുമായിട്ട് ഒരു 1-to-1 മീറ്റിംഗ് ഇന്ന് കംപ്ലീറ്റ് ആക്കി. അബ്ബാസ് എന്നാണ് ആ സ്റ്റുഡൻറ്റിൻ്റെ പേര്. അപ്പോൾ അബ്ബാസും ഞാൻ സംസാരിച്ച സമയത്ത് ആർട്ടിലൂടെ അബ്ബാസിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരുപാട് മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ജോലി കുറച്ചും കൂടി സ്ട്രക്ചേർഡാക്കി മാറ്റി, എണീക്കുന്ന ടൈമൊക്കെ കുറേ കൂടി ബെറ്ററാക്കി മാറ്റി, ലൈഫിലൊരു ടൈം ടേബിൾ കൊണ്ടുവന്നു. അത് ആർട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ലൈഫിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നല്ലൊരു ടൈം ടേബിൾ കൊണ്ടുവന്നു. പൈസ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് തുടങ്ങി. അബ്ബാസ് എൻ്റെ അടുത്ത് പറഞ്ഞ് നിർത്തിയൊരു പോയിൻ്റ് ഉണ്ട്. എൻ്റെ റൂമിൽ ഞാൻ ആദ്യമായിട്ട് AC വാങ്ങിച്ച് വെച്ചു എന്നുള്ളത്. ആർട്ടിലൂടെ അബ്ബാസിനും അബ്ബാസിൻ്റെ ചുറ്റുമുള്ളവരെയും ഒരുപാട് സന്തോഷപ്പെടുത്താനായിട്ട് അബ്ബാസിനിപ്പോൾ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം ആർട്ട് പഠിക്കാനുണ്ടായൊരു തീരുമാനവും ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാനുണ്ടായ സാഹചര്യവും മൂലമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം, നമ്മുടെ ജീവിതത്തിൽ പാഷൻ എന്തുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്യണം. എനിക്കറിയാം, എൻ്റെ വോയിസ് കേൾക്കുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് നല്ല നല്ല പാഷൻ ഉള്ളവരുണ്ട്. ചിലർക്ക് പാട്ട് പാടാനായിരിക്കും ഇഷ്ടമുണ്ടായിരിക്കുക, ചിലർക്ക് ഡാൻസ് കളിക്കാൻ, ചിലർക്ക് പടം വരയ്ക്കാൻ, ഒരുപാട് നല്ല നല്ല പാഷൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ ഇത്തിരി പ്രായമായിട്ടുള്ളവരാണ് ഈ വോയിസ് കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പാഷനേറ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പല കാര്യങ്ങളും നമ്മളെ ലൈഫിലെ പല സ്റ്റേജുകളിലായിട്ട് വിട്ടുപോയിട്ടുണ്ടല്ലേ. ഇതൊക്കെ ഒന്ന് നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിച്ചാലോ? നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ വീണ്ടും പഠിക്കാൻ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നറിയാവോ? എൻ്റെ ലൈഫിൽ ഒരുപാട് സ്റ്റേജുകളിലൂടെ അപ്പ് ആൻഡ് ഡൗൺസിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അതിൽ ഒരുപാട് ഡൗൺഫോൾസ് ഉണ്ടായ സമയത്തും എന്നെ പിടിച്ച് നിർത്തിയത്, എന്നെ കരകയറ്റിയത് ആർട്ട് എന്നുള്ള എൻ്റെ പാഷനായിരുന്നു. ശരിക്കും ഞാനെന്ന വ്യക്തിയെ എനിക്ക് എപ്പോഴൊക്കെയോ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്ത് പോലും ആർട്ട് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ശരിക്കും ആ ആർട്ടിലൂടെയാണ് ഞാൻ ലൈഫിൽ സക്സസ്ഫുൾ ആയത്. നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഫോളോ ചെയ്തിരിക്കണം. പാഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ബെനഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്ന ഫുൾഫിൽമെൻറ്റ് ആൻഡ് ഹാപ്പിനെസ്സാണ്. ഏതൊരു ചെറിയൊരു കഴിവ് പോലും ആയിക്കോട്ടെ, നിങ്ങളത് വളർത്തിയെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് റിഗ്രറ്റ് ഭാവിയിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഞാൻ ചെറിയ കുട്ടികളോടാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ചെറുപ്പത്തിലെ നിങ്ങൾക്ക് എന്ത് ചെറിയ കഴിവ് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അത് പതിയെ അതിനെക്കുറിച്ച് പഠിക്കാനും അത് നല്ല കഴിവുകളാക്കി വളർത്തിയെടുക്കാനും നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതം എന്ന യാത്രയിൽ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ ഭാവിയിൽ വയസ്സൊക്കെ ആവുന്ന സമയത്ത് തിരിഞ്ഞു നോക്കി റിഗ്രറ്റ് ചെയ്യേണ്ട മൊമെൻറ്റുകൾ നമുക്ക് ഒരുപാട് വരും. അതിന് ഇട കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അത് ലൈഫിൽ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. നമ്മൾ ജീവിക്കുന്ന ഓരോ മൊമെൻറ്റും നമ്മൾ ജീവിക്കുകയാണ് എന്നുള്ള തോന്നൽ വരുത്തുക എന്ന് പറയുന്ന കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാലഘട്ടമാണല്ലേ. മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് റീൽസ്, അതുപോലെ തന്നെ ജോലിയുടെ സ്ട്രെസ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കാലാവസ്ഥകൾ. ഇപ്പോൾ ടി വിയിൽ ന്യൂസ് ചാനൽ വെച്ചാൽ തന്നെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ. ശരിക്കും സ്വസ്ഥമായിട്ട് ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡെയിലി നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ നിന്ന് നിങ്ങൾ പല കാര്യങ്ങളും ലൈഫിൽ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്ന കാര്യം നമുക്ക് നഷ്ടമാകാറുണ്ട്. എളുപ്പമല്ല ലൈഫിൽ ഫുൾഫിൽമെൻറ്റ് കിട്ടാനായിട്ട്. ഞാൻ ആർട്ടിസ്റ്റ് ആവാൻ തീരുമാനമെടുത്തത് ശരിക്കും ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കുകയായിരുന്നു. ജീവിതത്തിലെ ലക്ഷ്യം കണ്ടെത്താനുള്ള യാത്രയിലാണ് ഞാനൊരു ആർട്ടിസ്റ്റ് ആവണം എന്ന് തീരുമാനമെടുത്തത്. അത് ഫസ്റ്റ് ടൈം എൻ്റെ തന്നെ ഫുൾഫിൽമെൻ്റ് ഓർ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടായിരുന്നു. അതിനുവേണ്ടി ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ചിലപ്പോൾ ചെയ്യും. ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ ഓർഫനേജിലെ കുട്ടികളെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്, ഓഫ്ലൈൻ ആർട്ട് സ്കൂൾ നടത്തിയിട്ടുണ്ടായിരുന്നു, ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്, ഞാൻ ലൈവ് പെയിൻറ്റിങ് ഷോസിന് പോകുന്നുണ്ടായിരുന്നു, സ്ട്രീറ്റിൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ്. ഈ ആക്ടിവിറ്റീസിലൂടെ നമ്മളെന്ന വ്യക്തിക്ക്
ഒരു നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷവും ഒരു ഫുൾഫിൽമെൻറ്റും കിട്ടും എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ തന്നെ പതിയെ സ്നേഹിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ലൈഫിലൊരു പർപ്പസ് കണ്ടെത്താനും സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താനും ഈ ഒരു പ്രോസസ്സിലൂടെ സാധിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് സെക്കൻഡ് സ്റ്റേജിലോട്ട് നമ്മൾ എത്തുന്നുണ്ടായിരിക്കുക. അത് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നൊരു സ്റ്റേജാണ്. പാഷൻ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെ കിട്ടുന്ന ഒരു ഫുൾഫിൽമെൻ്റ് ആണ്. അത് പതിയെ ഇൻക്രീസ് ചെയ്ത് നിങ്ങൾ കൂടുതൽ ഫുൾഫിൽമെൻറ്റ് നേടാനായിട്ട് ആഗ്രഹിക്കും. കൂടുതൽ പേരെ പഠിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ, കൂടുതൽ ബെറ്ററായിട്ട് പഠിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ, കൂടുതൽ സ്വയം പഠിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ച പോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിലേക്കും ഡെവലപ്മെൻറ്റിലേക്കും നമ്മൾ ടൈമും എഫേർട്ടും പതിയെ ഇൻവെസ്റ്റ് ചെയ്യും. പാഷൻ ഫോളോ ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മുടെ പാഷൻ കുറേ കൂടി ബെറ്ററാക്കി എടുക്കണം. ഇപ്പോൾ ഡാൻസ് കളിക്കുന്നവരാണെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ട് ഡാൻസ് കളിക്കണം, ഏറ്റവും ബെറ്ററായിട്ട് പാട്ട് പാടണം, ഏറ്റവും ബെറ്ററായിട്ട് ചിത്രം വരയ്ക്കണം. അങ്ങനെ തന്നെയാണ് ജേണി. പക്ഷേ ഇതെല്ലാം ബെറ്ററായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മളെന്ന വ്യക്തി കൂടി ബെറ്ററായിട്ട് മാറുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. നല്ലൊരു ചിത്രം വരയ്ക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഒരുപാട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു ടൈം ടേബിൾ ആവശ്യം ഉണ്ടാക്കേണ്ടി വരും. ആ ടൈം ടേബിൾ വേണമെങ്കിൽ നമ്മളെന്ന വ്യക്തിയാണ് ആദ്യം മാറേണ്ടത്, നമ്മുടെ മൈൻഡ് സെറ്റാണ് ആദ്യം മാറേണ്ടത്. ചിലപ്പോൾ നേരത്തെ എണീക്കേണ്ടി വരും. അവിടെ നിന്നും ശരിക്കും പേഴ്സണൽ ഗ്രോത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു യാത്രയാണെന്ന് മനസ്സിലാക്കുക. നമ്മളെന്ന വ്യക്തിനെ ഇപ്പോൾ ഒരു ഡയമണ്ട്, ചെളിയുടെ അകത്തുനിന്ന് ഡയമണ്ട് എടുത്ത് അത് പോളിഷ് ചെയ്ത് നല്ലൊരു ഡയമണ്ട് കല്ലാക്കി മാറ്റി അതൊരു ആഭരണത്തിൽ അണിഞ്ഞ് കഴുത്തിലിടുന്ന പോലത്തെ ഒരു പ്രോസസ്സാണ് ഈ പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയുന്ന കാര്യം. നമ്മളെന്ന വ്യക്തിയിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസുകൾ ഉണ്ടാവും, ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ചിന്തകളുണ്ടാവും. പക്ഷേ പാഷൻ എന്ന് പറയുന്ന ടൂൾ കൊണ്ട് നമ്മളെന്ന വ്യക്തിയെ പോളിഷ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെന്ന വ്യക്തി കുറേ കൂടി ഡെവലപ്ഡ് ആയിരിക്കും. ഇത് കൂടാതെ ഇതിലൂടെ ഒരുപാട് റിസ്ക്കുകൾ ചിലപ്പോൾ നമ്മൾ എടുത്തുന്നിരിക്കും. ആ റിസ്ക്കുകളിലൂടെ നമുക്ക് നല്ല ലേണിങ്ങുകൾ കിട്ടും. ചിലപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട്, കൂടുതൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നിരിക്കും. ഇതാണ് സെക്കൻഡ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജിലാണെങ്കിലും ഫസ്റ്റ് സ്റ്റേജിലാണെങ്കിലും നമുക്ക് എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺസ് വന്നുകൊണ്ടിരിക്കും. കാരണം ഇതെല്ലാം നമ്മളെന്ന വ്യക്തിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ സന്തോഷം, നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് നമ്മളെക്കുറിച്ച് ഒരു നെഗറ്റീവ് ചിന്ത വന്നു കഴിഞ്ഞാൽ എനിക്കിതൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇത് നിർത്താനുള്ള ടെൻഡൻസി നമുക്കുണ്ട്. ആ ഒരു സമയത്താണ് നമ്മൾ തേർഡ് സ്റ്റേജിലോട്ട് ശരിക്കും കടക്കേണ്ടത്. പാഷൻ ഫോളോ ചെയ്യുന്നവരുടെ തേർഡ് സ്റ്റേജ്, നിങ്ങൾ എത്തിച്ചേരേണ്ട തേർഡ് സ്റ്റേജ്, ഇമ്പാക്റ്റ് ആൻഡ് കോൺട്രിബ്യൂഷൻ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടി തന്നെയായിരുന്നു ഓർഫനേജിൽ ക്ലാസ്സുകൾ എടുക്കാൻ പോയത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നൊരു മൊമെൻറ്റിൽ ലൈഫിൽ വാല്യുബിളായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നൊരു പ്രോസസ്സാണെങ്കിൽ പോലും അത് എന്നെ റിഫൈൻ ചെയ്യുന്നൊരു പ്രോസസ്സായിരുന്നു ആയിട്ടായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് പിന്നീട് ഒരുപാട് ക്ലാസ്സുകൾ നടത്തി, ആർട്ട് സ്കൂളുകൾ റൺ ചെയ്തു. അതിനുശേഷം ഓൺലൈൻ ക്ലാസ്സിലോട്ടൊക്കെ വന്ന സമയത്ത് ഞാൻ തേർഡ് സ്റ്റേജിലോട്ട് പതിയെ എത്തി. യെസ്, എൻ്റെ പാഷൻ ഫോളോ ചെയ്യുന്ന എൻ്റെ ലൈഫിലെ തേർഡ് സ്റ്റേജ്, ഇമ്പാക്റ്റ് ആൻഡ് കോൺട്രിബ്യൂഷൻ. ഞാൻ കണ്ടെത്തിയ ആർട്ട് എന്ന പാഷനിലൂടെ മറ്റുള്ളവരുടെ ലൈഫിൽ എങ്ങനെ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, മറ്റുള്ളവരുടെ ലൈഫിൽ എങ്ങനെ കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്യാം, അത് ഞാൻ മനസ്സിലാക്കിയ മൊമെൻറ്റ് മുതൽ എൻ്റെ ലൈഫിൽ സക്സസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗെയിം നേരെ തിരിഞ്ഞു. ഞാനെന്ന വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും, എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പഠിപ്പിക്കാം എന്നതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് റിസർച്ച് നടത്തി. ഞാൻ ഒരുപാട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സമയമാണെങ്കിലും എൻ്റെ എഫേർട്ടാണെങ്കിലും എൻ്റെ പൈസയാണെങ്കിലും ഒരുപാട് ആർട്ട് ബുക്സ് ഞാൻ കളക്ട് ചെയ്തു, ഒരുപാട് കോഴ്സുകൾ ഞാൻ പങ്കെടുത്തു. റിപ്പീറ്റഡ്ലി എനിക്കറിയാവുന്ന ടെക്നിക്സുകൾ ഞാൻ പ്രാക്ടീസ് ചെയ്തു. അതിൽ നിന്ന് നമുക്ക് റിഫൈൻ ചെയ്ത് എടുത്ത നല്ലൊരു സിലബസ് ക്രിയേറ്റ് ചെയ്ത് കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്തു. അത് വീണ്ടും റിഫൈൻ ചെയ്ത് നല്ലൊരു ലേണിംഗ് സിസ്റ്റത്തിലോട്ട് ഞാൻ എത്തി. അപ്പോൾ ഇവിടെയൊക്കെ ഞാനെന്ന വ്യക്തി ശരിക്കും ഈ ബോക്സിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. ഞാനെന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല ഇതൊന്നും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. എപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു. ഞാൻ കാരണം അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നതായിരുന്നു ഞാൻ സ്വപ്നം കണ്ടത്. എനിക്കറിയാം നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ
ഒരുപാട് വിഷമം അനുഭവിക്കുന്ന ഒരുപാട് പേര് വരുന്നുണ്ട്. മൈൻഡ് സെറ്റിൽ ഒരുപാട് നെഗറ്റീവ് മൈൻഡ് സെറ്റിലൂടെ വരുന്നവരുണ്ട്. അവർക്കൊക്കെ ആർട്ട് ചിലപ്പോൾ ഒരു ആശ്വാസമായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ പാഷൻ കണ്ടെത്തുമ്പോഴായിരിക്കും നിങ്ങൾ ഈ പറയുന്ന സ്റ്റേജിലൂടെ നിങ്ങൾ കടന്നു വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നുണ്ടായിരിക്കുക, ആർട്ട് എന്നുള്ള യഥാർത്ഥ പാഷൻ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് പുറത്തെടുത്ത് പോളിഷ് ചെയ്യാനായിട്ടാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമുണ്ട്, നിങ്ങളും ഈ 3 സ്റ്റേജിലൂടെ കടന്നു പോകും. ഒരിക്കൽ കൂടി പറയാം, സ്റ്റേജ് 1 ഫുൾഫിൽമെൻറ്റ് ആൻഡ് ഹാപ്പിനെസ്. നിങ്ങൾ ആദ്യം ചിത്രം വരയ്ക്കുന്നതും നിങ്ങൾ ചിലപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നതൊക്കെ നിങ്ങളുടെ തന്നെ ഫുൾഫിൽമെൻറ്റിനും ഹാപ്പിനെസ്സിനും വേണ്ടിയിട്ടായിരിക്കും. സ്റ്റേജ് 2 പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കാൻ പ്രാക്ടീസ് ചെയ്യുന്നതും ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നതും കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ സിലബസ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ശരിക്കും നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുമാണ്. ആസ് എൻ ആർട്ടിസ്റ്റ് നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് 3rd സ്റ്റെപ്പ് ഇമ്പാക്റ്റ് ആൻഡ് കോൺട്രിബ്യൂഷൻ. ഞാൻ മറ്റുള്ളവർക്ക് കൂടുതൽ വാല്യൂ കൊടുക്കണം. എൻ്റെ സ്റ്റുഡൻസിന് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് പഠിപ്പിക്കണം. അവർ നല്ല പൗരന്മാരായിട്ട് വളർന്നു വരണം എന്നൊക്കെയുള്ള ആഗ്രഹം വരുന്ന സമയത്ത് നിങ്ങളും 3rd സ്റ്റേജിലോട്ട് കിടക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 3rd സ്റ്റേജല്ല ശരിക്കും പാഷൻ. നമുക്ക് വേണ്ടിയിട്ടല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ആർട്ട് ചെയ്യും, നമ്മൾ പടം വരയ്ക്കുമെന്ന് തീരുമാനിക്കുന്ന മൊമെൻറ്റ് അല്ലേ? അങ്ങനെ ചെയ്യുന്നതിലൂടെ മറ്റുള്ള ലൈഫ് നിങ്ങൾ റിയലായിട്ട് മാറുന്നത് ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ. ശരിക്കും ഞാനും എൻ്റെ സ്റ്റുഡൻസുമായിട്ടുള്ള ഓരോ 1-to-1ലും ഞാനതാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. വീണ്ടും നമ്മുടെ ക്ലാസ്സുകൾ ബെറ്റർ ആക്കാനും വീണ്ടും കൂടുതൽ പഠിക്കാനും ഒക്കെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഞാൻ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ ഒക്കെ ഉപരി എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസാണ്. ആർട്ട് എന്ന് പറയുന്ന കാര്യം അതിനൊരുപാട് പവറുണ്ട്. നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ പവറുണ്ട്. സോ ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ മടി പിടിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ പടം വരയ്ക്കാതെ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്ത് പടം വരയ്ക്കാതിരിക്കുകയാണെങ്കിൽ, കോഴ്സ് അറ്റൻഡ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് ഈ ഒരു അത്ഭുത ലോകത്തേക്ക് വരാൻ. വെറുതെ പടം വര മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾ കണ്ടെത്താൻ, ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ, നിങ്ങളെന്ന വ്യക്തി, ആ യഥാർത്ഥ വ്യക്തിയെ നിങ്ങൾക്കൊരു കണ്ണാടിയിൽ കാണുന്ന പോലെ, വെറും കണ്ണാടിയല്ല കേട്ടോ, ഒരു തേച്ച് മിനുക്കിയ കണ്ണാടിയിൽ കാണുന്ന പോലെ കാണാൻ. ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് സച്ചിൻ എന്ന വ്യക്തി ഈ ഒരു പാഷൻ്റെ പിറകെ സഞ്ചരിച്ചതുകൊണ്ടാണ് ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. പോസിറ്റീവായിട്ടാണ് ആ മാറ്റത്തിനെ കുറിച്ച് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സച്ചിൻ എന്ന വ്യക്തി വളരെ പോസിറ്റീവായിട്ട് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും എൻ്റെ പ്രതിബിംബത്തെ ഞാനൊരു കണ്ണാടിയിലാണ് കാണുന്നത്. ശരിക്കും പണ്ട് ഈ കണ്ണാടി പൊടി പിടിച്ചിരിക്കുകയായിരുന്നു. നിങ്ങളെ സ്റ്റുഡൻസ് ഓരോരുത്തരുമാണ് ആ കണ്ണാടിയിൽ ഓരോ പൊടിയും തുടച്ച് മാറ്റി അതിനെ തിളക്കമുള്ളതാക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തത്. സോ ഇനിയും നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മടി പിടിച്ചിരിക്കുന്ന ഓരോരുത്തരോടും നിങ്ങൾക്കും ഇതേ പ്രോസസ്സിലൂടെ മുന്നോട്ട് വരാനായിട്ട് സാധിക്കും. നിങ്ങൾ കാരണം ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് ആകുന്നത് നിങ്ങൾക്ക് സ്വപ്നം കാണാനും ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനും സാധിക്കും. അപ്പോൾ ലൈഫിൽ ഒരു ഡിഫറെൻറ്റ് മീനിങ് വരും. അങ്ങനെ വേണം ജീവിക്കാനായിട്ട്. അങ്ങനെ ജീവിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യുക. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.